പലർക്കും അറിയുകയില്ലായിരുന്നു. ചില ആൾക്കാർക്ക് ചില കാര്യങ്ങളെപ്പറ്റി എന്താണ് യഥാർത്ഥ വാറിൻ്റെ നിജസ്ഥിതി, എന്തായിരിക്കും അമേരിക്ക ഇറാൻ വാറിൻ്റെ ഔട്ട്പുട്ട്, എങ്ങോട്ടായിരിക്കും ഇത് പോകുന്നത്. നമ്മൾ ആദ്യം കേട്ടു റിജീം ചേഞ്ച്. ഇതൊക്കെ ഓപ്ഷൻസ് ആണ്, ഓരോന്നായിട്ട് ഓപ്ഷൻ അതനുസരിച്ച് വന്നുകൊണ്ടിരിക്കും. അതായത് അമേരിക്ക ഇറാൻ വാർ തുടങ്ങുന്നതിന് മുമ്പ്, പ്രത്യേകിച്ചൊരു പ്രത്യേക സന്ദർഭത്തിൽ അലി ഖമനയെ കൊണ്ട് തട്ടുന്നു. അതിനു മുമ്പ് അമേരിക്കയുടെ റിട്ടയർഡ് ജനറൽ കീൻ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അമേരിക്കയുടെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ട് ഈ വാറുമായി ബന്ധപ്പെട്ട്. റിജീം ചേഞ്ച് നടന്നില്ല എങ്കിൽ ഈ വാറിലൊരു സക്സസ് ഉണ്ടാവുകയില്ല. അപ്പം നിങ്ങൾക്കറിയാം, ഈ പറയുന്ന IRGCയുടെ തലവന്മാരും ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ ഒരുപ്പെട്ട എല്ലാ ആൾക്കാരെയും തട്ടുകയാണ്. പക്ഷെ ഈ പറയുന്ന പുരോഗതി ഒന്നും ഈ വാറിനകത്ത് ഉണ്ടാകുന്നില്ല എന്ന് ഗ്ലോബലായിട്ടും പറയുന്നുണ്ട്, ഗ്ലോബൽ മീഡിയയും പറയുന്നുണ്ട്. പക്ഷെ ചില ഇൻ്റർനാഷണൽ എക്സ്പേർട്ടുകൾ പറഞ്ഞു ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം, അതായത് പ്ലാൻ ബി എന്ന് പറയുന്നത് അമേരിക്ക ഇറാനെ രണ്ടാക്കും. അപ്പം അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. സെക്കൻഡ് ഫേസ് വാറിനകത്ത് നമ്മൾ കണ്ട കൃത്യമായ ചില സംഭവങ്ങളുണ്ട്. ഒന്നാലോചിക്കുക, അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ഹോർമുസ് എന്ന് പറയുന്ന, അതായത് ലൈഫ് ലൈനായിട്ടുള്ള സ്റ്റേറ്റ്, അതായത് കടൽപ്പാത, ഈ പറയുന്ന രാജ്യങ്ങളുടെ വെസൽസ്, അതായത് ഓയിലാണെങ്കിലും ഗ്യാസ് ആണെങ്കിലും പ്രധാനപ്പെട്ട ഒരു സ്ട്രേറ്റ് ഓഫ് ഹോർമുസ്, അതായത് അവിടുത്തെ ഒരു ലൈഫ് ലൈൻ എന്ന് പറഞ്ഞ് ഇറാൻ്റെ കസ്റ്റഡിയിലാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ചേർന്ന് കിടക്കുന്ന സദേൺ ഇറാൻ, ഹോർമോഗാസ് എന്ന് പറയുന്ന ഒരു പ്രൊവിൻസ് ഉണ്ട്, മറ്റ് പല 2-3 പ്രൊവിൻസ് ഉണ്ട്. ഈ പ്രൊവിൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 95% ഇറാനിയൻ ഓയിലും ഗ്യാസും ഉണ്ടാകുന്ന ഇവിടുന്ന്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടേഷനും ഈ പറയുന്ന സപ്ലൈ ചെയിനുമായിട്ട് കിടക്കുന്ന ടെഹ്റാനിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ആ ഒരു റീജിയനെയാണ് രണ്ടാമത്തെ ഫേസിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്തുവാ? ഇറാനിയൻ ഗവൺമെൻറ്, സ്റ്റേറ്റ് മീഡിയ തന്നെ പറയുന്നു, ഏകദേശം 10,000-ലധികം സദേൺ ഇറാനിൽ ജീവിക്കുന്നവർ, ബാന്ദർ അബ്ബാസ് എന്ന് പറയുന്ന ആ സ്ഥലം പോർട്ടും വലിയ പോർട്ടാണ്, രണ്ടാമത്തെ ഏറ്റവും വലിയ പോർട്ടാണത്. അപ്പോൾ അവിടെ നിന്നുള്ള ആളുകൾ ഈ പറയുന്ന നോർത്തേൺ ഇറാനിലോട്ട് പോകുന്നു. കാരണം എന്താ? അമേരിക്ക അവിടെ ഇലക്ട്രിസിറ്റി പവർ സ്റ്റേഷന് ബോംബ് ചെയ്തു. അമേരിക്ക അവിടെ ഡീസാലിനേഷൻ ബോംബ് ചെയ്തു. അതായത് കുടിവെള്ളം, അത് കടൽ വെള്ളം ഡീസാലിനേഷൻ ചെയ്തിട്ടാണ് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത്. മൂന്നാമത് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട 2 ഹൈവേകളുണ്ട്. നിങ്ങൾ കണ്ടു കാണും, ഇത് മുഴുവനും ബോംബ് ചെയ്ത് കളഞ്ഞു. റെയിൽവേ ലൈൻ അത് ബോംബ് ചെയ്തു. അപ്പം ഇത്രയും ബോംബിംഗ് ഉണ്ടായി കഴിഞ്ഞ സമയത്ത് ഈ പറയുന്ന സദേൺ ഇറാനും ഈ പറയുന്ന നോർത്തേൺ ഇറാൻ, അതായത് പ്രധാനപ്പെട്ട ടെഹ്റാൻ സിറ്റി, അതുമായിട്ട് കംപ്ലീറ്റ് ഡിസ്കണക്റ്റ് ആയിപ്പോയി. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താ? ഇറാൻ്റെ ലോജിസ്റ്റിക്സ് കംപ്ലീറ്റ് ബ്ലോക്കായിപ്പോയി. അതുപോലെ ഈ പറയുന്ന പോർട്ട് ബോംബ് ചെയ്തു. ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല. ഈ പറയുന്ന സദേൺ ഇറാനിൽ ആകെ ഉണ്ടാകുന്ന ഈന്തപ്പഴവും ചെറിയ ഈ ഹിൽ ഏരിയയിൽ കുറച്ച് വെജിറ്റബിൾസേ ഉള്ളൂ. അരിയ, മറ്റുള്ള ഗോതമ്പ്, ഈ സാധനങ്ങളെല്ലാം ഇവിടുന്ന് ഇങ്ങോട്ട് വരണം. കാരണം വരാൻ ആ പോർട്ടും ഇല്ല. വെളിയിൽ നിന്ന് വരണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യണമെന്നെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പോർട്ടിൽ കൂടെ വരണം. ആ പോർട്ടിൽ ബ്ലോക്കേഡാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന മേജർ ഇറാൻ, അതായത് നോർത്തേൺ ഇറാനിൽ ഇങ്ങോട്ട് വരണം ബൈ റോഡ്. അതിൻ്റെ റെയിൽവേ ലൈനും അതേപോലെ തന്നെ ഈ സംഭവങ്ങളും അങ്ങ് ബോംബ് ചെയ്തു. ഇതായത് കംപ്ലീറ്റ് ആയിട്ട് വിച്ഛേദിക്കപ്പെട്ടു സദേൺ ഇറാനുമായിട്ട്. അതേപോലെ തന്നെ വലിയ രീതിയിൽ തന്നെയാണ് അമേരിക്ക ബോംബ് ചെയ്തത് ഇറാനിയൻ IRGCയുടെ, അത് ആ പ്രൊവിൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അവരുടെ വെയർ ഹൗസ്, ഈ ആംസ് സൂക്ഷിക്കുന്ന സ്ഥലം, ഇതെല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. ഇവിടെ ഒന്നും വലിയ രീതിയിൽ ഫാക്ടറി ഒന്നുമില്ല ഇറാൻ. അവിടെയും കയറി അങ്ങ് ബോംബ് ചെയ്തു. അപ്പം ഇത് വലിയ രീതിയിൽ പ്രശ്നമായി ഇറാനിൽ. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ബോംബിങ് നടക്കുമെന്ന്. പക്ഷേ
ഇറാൻ അമേരിക്ക കഴിഞ്ഞ പ്രാവശ്യം MOU സൈൻ ചെയ്തപ്പോൾ വാൺ ചെയ്തിരുന്നു, എന്തെങ്കിലും MOUമായിട്ടുള്ള ലംഘനം ഉണ്ടാവുകയാണെങ്കിൽ സദേൺ ഇറാനെ അമേരിക്ക ഇറാനെ രണ്ടായിട്ടങ്ങ് പിളർത്തും. വാൺ ചെയ്തിരുന്നു. പക്ഷെ അവിടെയുള്ള ഹാർഡ് ലൈനേഴ്സ്, അതായത് തീവ്ര ഷിയ വിഭാഗക്കാരത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഇതായിരുന്നു ഇഷ്യൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹോർമുസ് അവരുടെ കയ്യിൽ നിന്നും പോകുന്നു, ഖർഗ് ഐലൻഡ് അവരുടെ കയ്യിൽ നിന്നും പോകുന്നു. അതിൻ്റെ പേരിലാണ് അതുവഴി പോയ ഷിപ്മെൻറ്റിനെ അറ്റാക്ക് ചെയ്തത്. തായ്വാനി ഷിപ്പ് വേറെ 2-3 ഷിപ്പിനെ ഇവർ അറ്റാക്ക് ചെയ്യുന്നു. ഇതാണ് ഇപ്പോഴത്തെ പൊട്ടിത്തെറിക്ക് കാരണം. അതോടുകൂടി ഈ ഇറാൻ ഭ്രാന്ത് പിടിച്ചു. കാരണം അവരുടെ 95% റവന്യൂ വരുന്ന ഈ സദേൺ ഇറാനിൽ നിന്നാണ്. അവർ ജോർദാനിൽ മിസൈൽ അയക്കുന്നു. 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു, ഒരാളെ കാണില്ല. പല അമേരിക്കൻ സൈനികർ ഇഞ്ചുവേർഡായി. ഒരു രാജ്യത്തെ രണ്ടായി പിളർത്തുകയാണെന്ന് മനസ്സിലാക്കണം. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് യുദ്ധത്തിന് ഒരു ഉത്തരം വരാൻ പോവുകയാണ്. എന്തായിരിക്കും ഈ യുദ്ധത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല അമേരിക്കൻ സെനറ്റേഴ്സും കോൺഗ്രസ്മാനും പറയുന്നത്, ഇതിനെ രണ്ടാക്കുവാണെങ്കിൽ ഈ സംഭവം ഇറാൻ്റെ റെജീം എന്ന് പറഞ്ഞ സാധനം ഇല്ലാതായി മാറും. കാരണം പിന്നെ അവർക്ക് സാമ്പത്തികമില്ല, പിന്നെ അവർ എവിടെ നിന്ന് എടുത്തിട്ടാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. കാരണം എല്ലാം അധികവും മണലാരണ്യമാണ്. ഇനി അടുത്തൊരു പോയിൻ്റുണ്ട്. ഈ സദേൺ ഇറാനുമായിട്ട് ഇറാഖിൻ്റെ ബോർഡർ എന്ന് പറയുന്നത് ഏകദേശം 500 കിലോമീറ്ററാണ്. അതായത് ലാൻഡ് ബോർഡറിൻ്റെ കാര്യമാണ് പറയുന്നത്, കര. അപ്പം അതിൽ നിന്ന് ഏകദേശം 200-300 കിലോമീറ്റർ ദൂരം മാറിയാണ് അമേരിക്കയുടെ സൈനിക ക്യാമ്പ്. ഏകദേശം 1.5 ലക്ഷത്തോളം അമേരിക്കൻ പട്ടാളക്കാർ ഇപ്പോൾ അസംബിൾ ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ ഇന്നത്തും നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ IRGCയെ കൂടുതൽ വീക്കൻ ചെയ്യുവാണെങ്കിൽ, അതായത് കംപ്ലീറ്റ് അടിച്ചങ്ങ് നശിപ്പിച്ച് കഴിഞ്ഞിട്ട് അമേരിക്കൻ ഫോഴ്സ് അതിൻ്റെ എൻ്റർ ചെയ്യാനുള്ള പരിപാടിയാണ്. അതായത് സദേൺ ഇറാൻ കംപ്ലീറ്റ് ആയിട്ടങ്ങ് പിടിച്ചെടുക്കുക. ഇതാണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം. ഇത് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ ഒരു കോൺവെർസേഷനിൽ പറഞ്ഞ്, ഞങ്ങൾ ഈ ഹോർമസും ഖർഗ് ഐലൻഡും പിടിച്ചെടുക്കും. ഇതായിരുന്നു ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതിൻ്റെ പേരിൽ തന്നെയാണ് പറഞ്ഞത് മറ്റുള്ള രാജ്യങ്ങൾ അതിന് 20% തോള് തരേണ്ടി വരും. കാരണം അവർ പണം മുടക്കിയാണ്, അതായത് നഷ്ടപ്പെടുത്തിയാണ് ഈ സാധനം പിടിച്ചെടുക്കാൻ പോകുന്നത്. അതായത് അൾട്ടിമേറ്റ്ലി പറയാം, എങ്ങനെയാണ് ഹമാസ് വാറ് തുടങ്ങിയത് ഇസ്രായേലുമായിട്ട് ഒരു October 7. അതിനുശേഷം എന്തൊക്കെയാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാത്ത പലതും ഉണ്ടായി. ഇറാൻ്റെ ഉണ്ടാക്കി വെച്ചിരുന്ന പ്രോക്സീസിനെ ഓരോന്നായിട്ട് അവർ തീർക്കുന്നു. ലെബനൻ പകുതിയോളം, അതായത് തെക്കൻ ലെബനൻ പകുതിയോളം ഇപ്പോഴും ഇസ്രായേലിൻ്റെ കയ്യിലാണ്. അതേപോലെ തന്നെ തെക്കൻ സിറിയ, അതും വലിയൊരു ഭാഗം ഇസ്രായേലിൻ്റെ കയ്യിലാണ്. ഈ പറയുന്ന ഗാസ എന്ന് പറയുന്ന 70% ഇസ്രായേലി സേനയുടെ കയ്യിലാണ്. യെല്ലോ ലൈൻ ഇപ്പുറത്താക്കി മാറ്റി. ആരാണ് നഷ്ടപ്പെട്ടത്? പ്രോക്സീസ് അവിടെ പോയി. ഇപ്പം ഇറാൻ പറയുന്നത് ഈ വലിയ രീതിയിലുള്ള അറ്റാക്ക് അവരുണ്ടാകും. കാരണം നമുക്ക് മനസ്സിലായി ഈ സദേൺ ഇറാൻ, അതായത് അവരുടെ കയ്യിൽ നിന്നും പോകാൻ പോവുകയാണ്. ഇത് അമേരിക്കയുടെ കയ്യിൽ നിന്നും പോവുകയാണ്. അവിടെ ഹാർഡ് ലൈനേഴ്സും ഈ പറയുന്ന മസൂദ് പെഷഷ്കാനും അബ്ബാസ് അഗരാച്ചിയുമായിട്ട് പ്രശ്നമുണ്ടായി. CNN ന്യൂസ് ചാനലാണ് റിപ്പോർട്ട് ചെയ്തത്. അതായത് അലി ഖമനായിയുടെ മരണ ചടങ്ങ്, അതായത് അതിൻ്റെ ശവടക്ക് ചടങ്ങിൽ വെച്ച് കുറച്ച് ഹാർഡ് ലൈനേഴ്സായിട്ടുള്ള ആൾക്കാർ കോംപ്രമൈസ് ചെയ്തവർ ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് ഇവരുടെ മുമ്പിൽ വെച്ച് മുദ്രാവാക്യം സ്ലോഗൻ ഉണ്ടാക്കി. അത് വലിയ ഇഷ്യൂ ആയി. അവസാനം ഈ അബ്ബാസ് അഗരാച്ചിയെ എറിഞ്ഞു എന്ന് വരെ ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, എന്താണ് ഇറാൻ അമേരിക്ക വാറിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും മോശമായ സ്ഥിതി എന്ന് പറയും, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം രണ്ടായിട്ടങ്ങ് മാറുന്നു. നിങ്ങൾക്കറിയാം, ഇറാഖി പ്രസിഡന്റ് ഇപ്പോൾ അമേരിക്കയിലായിരുന്നു, അദ്ദേഹം ഇപ്പോഴാണ് തിരിച്ചു വരുന്നത്. സിറിയൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് കൂടിക്കാഴ്ച വീണ്ടും നടത്തി G7 ഉച്ചകോടിയിൽ. അയാൾ സ്പെഷ്യൽ ഇൻവൈറ്റ് ചെയ്യായിരുന്നു. മനസ്സിലാക്കുക, അതാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഈ ഒരു ദിവസത്തോടു കൂടി, കാരണം ഹമാസ് അറ്റാക്ക് ചെയ്ത് ഇസ്രായേൽ റിട്ടാലിയേഷൻ തുടങ്ങിയപ്പോൾ ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ ഡെമോഗ്രഫി അതെന്തായിരുന്നു പഴയത്, അത് പൂർണ്ണമായിട്ടൊരു മാറ്റിയെടുക്കും.
ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം വലിയ വില കൊടുക്കാൻ പോവുകയാണ്. അതായത് സദേൺ ഇറാൻ എന്ന് പറയുന്ന സാധനം ഇറാൻ്റെ കയ്യിൽ നിന്നും പോവുക. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഏകദേശം 5 ലക്ഷത്തോളം ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ, അതായത് ആൾക്കാർ പലായനം ചെയ്യുകയാണ്. കാരണം ആഹാരമില്ല. ആഹാര സാധനം അവിടെ നിന്നാണ് വരേണ്ടത്. ഈ പറയുന്ന ടെഹ്റാൻ ആ ബെൽറ്റിൽ നിന്നാണ് വരേണ്ടത്. ആഹാരമില്ല, കുടിക്കാനുള്ള വെള്ളമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. ഇറാനിയൻ ഗവൺമെൻറ് കരയുകയാണ്, ജനങ്ങളോട് പറയുകയാണ് അവിടെ നിൽക്കാൻ, അവിടെ സ്റ്റേ ചെയ്യാൻ. കാരണം അമേരിക്ക കാരണം ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ അങ്ങ് മാറിപ്പോകട്ടെ. അപ്പം അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് IRGCയെ ബോംബ് ചെയ്ത് തകർക്കുക, എന്നിട്ട് അവിടെ കരയുദ്ധം നടത്തി ഇത് പിടിച്ചെടുക്കുക. ഇതിൻ്റെ സൂചന തന്നെയാണ് നേരത്തെ ഇറാൻ്റെ സ്പീക്കർ പറഞ്ഞത്. അതായത് അമേരിക്ക തുടങ്ങുന്നതിന് മുന്നേ ഇറാൻ അവർ കരയുദ്ധം തുടങ്ങാൻ പോവുകയാണ്. നേരത്തെ ഇത് ചൈനയും പറഞ്ഞിരുന്നു. അതായത് സമയം അടുക്കും തോറും ഈ പറയുന്ന ഇറാനെ രണ്ടാക്കും, അമേരിക്ക കരയുദ്ധം തുടങ്ങും. അത് ചെറിയതായിട്ട് കാലാവസ്ഥയ്ക്ക് വേണ്ടി നോക്കി നിൽക്കുകയാണ്. ഇതെല്ലാം കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ഒരുമിക്കാൻ പോവുകയാണ്. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം രണ്ടാകുന്നു. അതിൻ്റെ സദേൺ ഇറാൻ എന്ന് പറയുന്ന ആ പ്രൊവിൻസ്, അതായത് 3ഓളം വലിയ പ്രൊവിൻസ് ഉണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ആ മാപ്പ് നോക്കുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കൂ. കംപ്ലീറ്റ് ആയിട്ട് ഇറാനിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് മാറിയിരിക്കുകയാണ്. ഇപ്പം അവർക്ക് കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ. റോഡ് മാർഗം പോകാൻ പറ്റത്തില്ല. വലിയ ടണലുണ്ട്. കാരണം വലിയ മല അടിയിൽ കൂടെ പോകുന്ന ടണൽ വരെ ബോംബിട്ട് തകർത്തു. പ്രധാനപ്പെട്ട പാലങ്ങൾ തകർത്തു. അതായത് വാഹനങ്ങൾ എൻട്രി ചെയ്യാൻ പറ്റുന്നില്ല. ഈ പറയുന്ന IRGCക്ക് ഈ പറയുന്ന റോക്കറ്റും മിസൈൽസും മറ്റുള്ള സാധനങ്ങളും, അല്ലെങ്കിൽ അത് അസംബിൾ ചെയ്യേണ്ട മെറ്റീരിയൽസ് അവിടെ എത്തിക്കാൻ സാധിക്കുന്നില്ല. അവിടെ ഫുഡിന് ഭയങ്കര ഷോർട്ടേജ് ഉണ്ടായി, കുടിവെള്ളമില്ല. ഈ ഒരു സന്ദർഭത്തിൽ അവിടെയുള്ള IRGC എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കും? അതായത് വരാനുള്ള കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഇറാൻ രണ്ടും കെട്ട് നോക്കും. എന്ത് രീതിയിൽ അറ്റാക്കും UAE ആണെങ്കിൽ എല്ലായിടത്തും നോക്കും. കാരണം അവരുടെ കയ്യിൽ നിന്നും ഈ സദേൺ ഇറാൻ എന്ന് പറയുന്ന ആ പ്രൊവിൻസും എല്ലാം പോവുകയാണെങ്കിൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം പൂർണ്ണമായിട്ടും നാശക്കോടാലിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.